വൈഭവ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നത് കണ്ടത് ബ്ലൗസും അണ്ടർസ്കർട്ടും മാത്രം അണിഞ്ഞ് പുറംതിരിഞ്ഞു നിൽക്കുന്നവളെയാണ്. പെട്ടെന്ന് അവളെ അങ്ങനെ കണ്ടതും അവൻ ഒരു നിമിഷം സ്റ്റക്കായി. വടുവൊത്ത അവളുടെ ശരീരവും അതിലെടുത്തു കാണുന്ന അവളുടെ വെളുത്ത പുറമേനി. ഒരു നിമിഷം കണ്ണുകൾ എടുക്കാതെ വൈഭവ് അവളെ നോക്കി നിന്നുപോയി. പെണ്ണിനെ ആവോളം കണ്ടവനാണ് വൈഭവ്. പക്ഷേ ഇന്നോളം താൻ ഒരു പെണ്ണിലും കണ്ടിട്ടില്ലാത്ത സൗന്ദര്യവും ആകർഷണവും ശിവാമിയിലുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്ത് തല കുടഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞു നടക്കാനായി ഒരുങ്ങിയതും, എൻ്റെ പൊന്നാരൂട്ടി, അവിടെ നിന്ന് തെയ്യം ചവിട്ടാതെ വന്നെന്നെ ഒന്ന് സഹായിക്കു പെണ്ണേ. നിന്റെ ആ കടുവ ചേട്ടൻ വരും മുന്നേ ഒരുങ്ങി ഇറങ്ങണം എനിക്ക്. ഇല്ലേൽ അങ്ങേരെൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തും. ശിവ പറഞ്ഞു തീർന്നതും മുന്നോട്ട് വെച്ച കാൽ വൈഭവ് പിന്നോട്ടെടുത്തു. കടുവ അല്ലടി. ഒറ്റ പിരികം ഒന്ന് പൊക്കി ഗൗരവത്തിൽ അവളെ നോക്കിക്കൊണ്ട് വൈഭവ് ശിവയുടെ പുറകിലേക്ക് ചെന്നു നിന്നു. ആ വന്നോ? പിന്നൊന്നും വേണ്ട ആരു. ദാ എൻ്റെ ബ്ലൗസിൻ്റെ ഹൂക്കൊന്ന് തിരിഞ്ഞു കിടക്കുക. അതൊന്ന് തിരികെ തിരിച്ചിട്ട് നോക്ക്. അപ്പോൾ കുത്താൻ പറ്റും. അടുത്ത ആളുടെ സാമീപ്യം അറിഞ്ഞതും ശിവ കണ്ണുകൾ തുറക്കാതെ പുറംതിരിഞ്ഞ് നിന്ന് തന്നെ പറഞ്ഞു. വൈഭവ് ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് അവളോട് കുറച്ചുകൂടെ ചേർന്ന് നിന്ന് കൈകൾ അവളുടെ പുറത്തേക്ക് നീട്ടി. തിരിഞ്ഞു കിടന്ന അവളുടെ ബ്ലൗസിൻ്റെ ഹൂക്ക് അവൻ ഒറ്റ വരിയിൽ ശരിയാക്കി തിരിച്ചിട്ടു. ഏങ്ങിപ്പോയ ശിവയുടെ നാവിൽ ആർത്തനാദം പോലെ അത് പറഞ്ഞതും വൈഭവ് മിഴികളൊന്ന് ഇറക്കിയടച്ചു. അവളോടൊട്ടി അത്രയും അടുത്ത് നിൽക്കുമ്പോൾ സ്വയം കൺട്രോൾ പോകും പോലെ അവന് തോന്നി. അവൻ പതിയെ ബ്ലൗസിൻ്റെ ഹൂക്ക് ഒന്നൊന്നായി ഇട്ടുകൊടുത്തു. അവൻ്റെ കൈകൾ വെണ്ണ പോലുള്ള അവളുടെ പുറമേനിൽ തഴുകിപ്പോയതും ശിവയുടെ നെഞ്ചിടിപ്പ് യാന്ത്രികമായി കൂടാൻ തുടങ്ങി. ആ ആരു? പിന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലാവാതെ സംശയത്തോടെ ശിവ വിളിച്ചു. എന്നാൽ പിറകിൽ നിന്ന് ഒരു മറുപടി അവൾക്ക് ലഭിച്ചില്ല. കണ്ണുകൾ നീറുന്നതിനാൽ കണ്ണു തുറന്നു നോക്കാനാവാതെ അവൾ നിന്നു. ബ്ലൗസിൻ്റെ ഹൂക്കിട്ട് കഴിഞ്ഞതും ബ്ലൗസിലെ പിറകിലെ കെട്ടുകൂടി അവൻ കയ്യിലെടുത്തു. ശിവയുടെ ശരീരം ഒന്ന് വിറച്ചു. വൈഭവിൻ്റെ കൈകൾ ആ വിറയൽ അറിഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. ഇരു കൈയിലുമായി പിടിച്ചിരിക്കുന്ന കെട്ടിൽ തൻ്റെ വിരലുകൾ അവളുടെ പുറത്തിൽ തഴുകിക്കൊണ്ട് അതൊന്ന് കറക്കി കെട്ടി. വേഗത്തിൽ മിടിക്കുന്ന ശിവയുടെ നെഞ്ചൊന്ന് ഉയർന്നു പൊങ്ങി. തനിക്ക് പിറകിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് അറിയാൻ അത്രയും തന്നെ ധാരാളമായിരുന്നു ശിവയ്ക്ക്. ഡോക്ടറെ വിറയലോടെ ശിവ വിളിച്ചതും അടുത്ത നിമിഷം വൈഭവ് അവളെ അരയിൽ കൂടി പിടിച്ചു തിരിച്ചു അവന് നേരെ പിടിച്ചു. ശിവ അവൻ്റെ നെഞ്ചിലായി ചെന്നിടിച്ചു നിന്നു. ശിവ വെപ്രാളത്തോടെ കണ്ണു തുറക്കാനായി കൈപൊക്കിയതും വൈഭവ് അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. അവൾക്കൊന്നും പ്രതികരിക്കും മുന്നേ തന്നെ അവൻ അവളുടെ കണ്ണുകളിൽ ആഞ്ഞു ഊതി. മുറുക്കി അടച്ചു പിടിച്ചിരിക്കുന്ന അവളുടെ കണ്ണുകളെ പതിയെ തുറന്ന് പതുക്കെ ഊതിയതും നീറ്റൽ മാറി ശിവ കണ്ണുകൾ തുറന്നു നോക്കി. അത് ഞാൻ ആരതിയാന്ന് ഓർത്ത അങ്ങനെയൊക്കെ പറഞ്ഞേ. ഗൗരവത്തോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി വിറയലോടെ അവൾ പറഞ്ഞതും അവളെ ഒന്നിരുത്തി നോക്കിയിട്ട് അവൻ വെട്ടിത്തിരിഞ്ഞ് നേരെ ബാത്റൂമിലേക്ക് കയറി ഡോർ ആഞ്ഞടിച്ചു. ഷോ, എൻ്റെ മഹാദേവ, ഇങ്ങേരാണോ വന്നു നിന്ന്? ഈ കടുവ ആണെന്ന് നോക്കാതെ ഞാൻ എന്നതൊക്കെയാ എൻ്റെ ഈശ്വര പറഞ്ഞേ. ശിവ തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവൾ സ്വയം ഒന്ന് നോക്കിയത്. അയ്യേ, ഞാൻ ഈ കോലത്തിലാണോ ഭഗവാനെ അങ്ങേരുടെ മുന്നിൽ നിന്നേ? ഇരു കൈകൊണ്ട് ദേഹം പൊത്തിപ്പിടിച്ചു ശിവ. എന്നിട്ട് വേഗം ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നടച്ച് അതിൽ ചാരി. അവൻ്റെ മുൻപിൽ ഇങ്ങനെ നിന്നതിൽ അവൻ ഇങ്ങനെ കണ്ടതോർത്ത് അവളിൽ വല്ലാത്തൊരു ജാള്യത നിറഞ്ഞു. പെട്ടെന്ന് തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന താലിയിലേക്ക് അവളുടെ നോട്ടം ചെന്നു. സാരമില്ല, എൻ്റെ അല്ലേ. ആ താലി മുറുകെ പിടിച്ചവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അതേസമയം ബാത്റൂമിലെ കണ്ണാടിയിൽ കൂടി സ്വയം നോക്കുന്നവൻ്റെ ചുണ്ടിലും ഒരു ചെറു ചിരിയുണ്ടായിരുന്നു. സിദ്ധുവും അമ്മ ലതയും കൂടെയാണ് മാണിക്യമംഗലത്തെത്തിയത്. സിദ്ധു കാർ മുറ്റത്തേക്ക് പാർക്ക് ചെയ്തതും ദേ സിദ്ധു നോക്കിയേ അപ്പുമോള്, ലത കൈ ചൂണ്ടി അവനോട് പറഞ്ഞു. സിദ്ധുവിൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. അപ്പോൾ കണ്ടു ഉമ്മറത്തു നിന്നും തങ്ങൾക്കടുത്തേക്ക് ഓടി വരുന്ന പെണ്ണിനെ. സിദ്ധുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തങ്ങി നിന്നു. ധാവണി ഉടുത്ത് തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി മാറ്റി ഒരു കുഞ്ഞു പൊട്ടൊക്കെ കുത്തി സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്. ലത വേഗം കാറിൽ നിന്നിറങ്ങി. ലതാമ്മേ. അപ്പു ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചു. ലതാമ്മയുടെ മോള് സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കണ്ടാൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണെന്ന് ആരും പറയില്ല, അല്ലേ സിദ്ധു? അത്രയ്ക്കൊന്നുമില്ല, ഇത്തിരി ഓവറായിട്ടാ എനിക്ക് തോന്നുന്നേ. കാറിൽ നിന്നിറങ്ങുന്ന സിദ്ധുവിനെ നോക്കി ലത ചോദിച്ചതും അവനൊരു പുച്ഛത്തിൽ പറഞ്ഞു. അപ്പുവിൻ്റെ ചുണ്ടൊന്ന് കൂർത്തു. മോൾ അത് കാര്യമാക്കണ്ട. ഓഫീസ് ജോലി എന്ന് പറഞ്ഞ് നടന്ന് നല്ലത് കണ്ടാൽ ഒന്നും അതിപ്പോൾ ഈ ചെറുക്കന് മനസ്സിലാവില്ല. അതെങ്ങനെയാ? ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ലല്ലോ. അത് ശരിയാ ലതാമ്മ പറഞ്ഞേ. ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ സിദ്ധുവിൻ്റെ ഈ മുരട്ട് സ്വഭാവത്തിന് ഒരു മാറ്റമുണ്ടാവും. എൻ്റെ കയ്യിൽ ഒരു നല്ല പെണ്ണുണ്ട്. അതിനെ നമുക്കൊന്ന് നോക്കിയാലോ അമ്മേ? ഇടം കണ്ണാലെ സിദ്ധുവിനെ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് കുറുമ്പോടെ അപ്പു ലതയോട് ചോദിച്ചതും അവനവളെ കണ്ണുരുട്ടി കാണിച്ചു. നോക്കട്ടെ, നല്ല കൊച്ചാണെങ്കിൽ നമുക്ക് നോക്കാം മോളെ. ഇവനെ വരുതിയിൽ കൊണ്ടുവരുന്ന നിന്നെ പോലൊരു പെണ്ണു കൂടിയായാൽ അമ്മയ്ക്ക് ഡബിൾ ഓക്കെയാ. ലത അപ്പുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അപ്പു സിദ്ധുവിനെ നോക്കി. പറയട്ടെ എന്ന് പയ്യെ കാണിച്ചു. ചെക്കൻ തലയാട്ടി വെപ്രാളത്തോടെ വേണ്ടെന്ന് പറഞ്ഞു. വാ അമ്മേ, അകത്തേക്ക് പോവാം.
അപ്പു ചിരിയോടെ ലതയെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ പെണ്ണിന്റെ നാക്ക്! സിദ്ധു നെറ്റി തിരുമ്മി പറഞ്ഞുകൊണ്ട് കാർ ലോക്ക് ചെയ്യാനായി തിരിഞ്ഞതും, മുണ്ടുടുത്തപ്പോൾ ചുന്നരനായിട്ടുണ്ട് കേട്ടോ എന്റെ ചെക്കൻ. അപ്പു തിരിഞ്ഞ് ഓടി വന്നവന്റെ കയ്യിൽ പിച്ച് കുറുമ്പോടെ പറഞ്ഞിട്ട് ഓടിപ്പോയി. ഈ പെണ്ണ്! സിദ്ധു ഒന്ന് പല്ല് കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി പറഞ്ഞു. എത്താറായോ സേതു? ഒരു 5 മിനിറ്റ് കൂടി. കോർ ഡ്രൈവിംഗ് സീറ്റിൽ അടുത്തിരുന്ന് അനിത ചോദിച്ചതും കാർ ഓടിച്ചുകൊണ്ട് സേതു പറഞ്ഞു. മാണിക്യമംഗലത്തേക്കുള്ള യാത്രയിലാണ് അവർ. സേതു പറഞ്ഞത് കേട്ട് ബാക്ക് സീറ്റിലിരുന്ന ചൈത്രയുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. എന്തെന്നറിയാത്ത വല്ലാത്തൊരു ടെൻഷനും പേടിയും അവളെ വന്നു മൂടി. തിരുമേനി എത്താറായെന്ന് അംബികയോട് പറയാനായി മുറിയിലേക്ക് കയറി വന്ന ശേഖരവർമ്മ കാണുന്നത് ബെഡിൽ കുനിഞ്ഞിരിക്കുന്ന തന്റെ ഭാര്യയാണ്. കയ്യിൽ എന്തോ പിടിച്ചിട്ടുമുണ്ട്. അയാൾ അടുത്തേക്ക് ചെന്ന് അവരുടെ തോളിൽ കൈവച്ചതും അവർ ഞെട്ടി തലപൊക്കി നോക്കി. അപ്പോഴാണ് അംബികയുടെ കയ്യിലിരുന്ന ഒരു പഴയ ഫോട്ടോ ഫ്രെയിമാണെന്ന് ശേഖരൻ കണ്ടേ. ദാ നോക്കിയേ ഏട്ടാ, ഉണ്ണിയുടെ നൂൽകെട്ടിന് എടുത്ത ഫോട്ടോയായത്. നോക്കിയേ. നമ്മുടെ കുട്ടികളെല്ലാം നിറകണ്ണുകളോടെ അവർ ആ ഫോട്ടോ ശേഖരന്റെ മുന്നിലേക്ക് നീട്ടി. ശേഖരൻ ആ ഫോട്ടോ ഒന്ന് കയ്യിലേക്ക് എടുത്തു നോക്കി. കുഞ്ഞു വൈഭവനെ എടുത്തു പിടിച്ചിരിക്കുന്ന താനും അംബികയും, തങ്ങളുടെ വലതുവശത്ത് മഹിയും സൗപർണികയും, അവരോടൊട്ടി വാമികയും, പിന്നെ തന്റെ ഇടതുവശത്തായി മാധവനും ഭാര്യയും, പിന്നെ 4 വയസ്സുകാരൻ അനിക്കുട്ടനും നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ്. സന്തോഷത്തോടെ നിൽക്കുന്ന ആ ചിത്രം കാണെ ആ വൃദ്ധന്റെ കണ്ണുകൾ ഈറനായി. നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് വാ അംബികെ. തിരുമേനി എത്താറായി. കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അവര് കാണെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ പറഞ്ഞു കയ്യിലുള്ള ഫോട്ടോ മേശപ്പുറത്തേക്ക് വച്ചു ശേഖരൻ. എന്നിട്ട് മുറി വിട്ട് പോകാൻ തുടങ്ങിയതും, കുട്ടികളുടെ അച്ഛൻ ഒന്ന് നിന്നേ, അംബികാമ്മ അവരെ പിന്നിൽ നിന്ന് വിളിച്ചു. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വെറുമൊരു സാധാരണ പൂജയല്ല. എന്റെ ഉണ്ണിക്ക് ഏറ്റിരിക്കുന്ന ദോഷം മാറാനുള്ള വിശേഷാൽ പൂജയാണ്. അത് ഓർമ്മ വേണം. ഒരിക്കൽ നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ദോഷം എന്റെ കുട്ടികളുടെ തലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക. മക്കളുടെ ജീവിതമോ ഇങ്ങനെയായി. ചെറുമക്കൾക്കെങ്കിലും നല്ലത് വരാൻ ഭഗവാനോട് യാചിക്കുക. കണ്ണുകൾ നിറച്ച് കോപത്തോടെ അയാളെ നോക്കി പറഞ്ഞു അംബികാമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭാര്യയിൽ നിന്ന് കേട്ട വാക്കുകളുടെ വേദനയിൽ ശേഖരവർമ്മ അവിടെ തറഞ്ഞു നിന്നുപോയി. തിരുമേനി എത്താറായെന്ന് പറഞ്ഞതും വീട്ടിലെ എല്ലാവരും തന്നെ ഹാളിലെത്തിയിരുന്നു. ഒരു പാർട്ടി വെയർ സാരി ഉടുത്ത് ഹെവി ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് വന്ന സ്നേഹ കാർത്തിക്കിന്റെ അരികെ അഹങ്കാരത്തോടെ നിന്നു. അവിടെ നിന്ന് അഞ്ജലി അവളെ കുശുമ്പോടെ നോക്കി. സ്നേഹ തിരികെയും. കാർത്തിക്കിന്റെ വധുവായി വന്ന കാലം തൊട്ടേ അഞ്ജലിയും സ്നേഹയും പരസ്പരം ചേരില്ല. അച്ഛന്റെ കാശിന്റെ ഹുങ്കു പറഞ്ഞ് ഗമ കാണിക്കുന്നതിൽ സ്നേഹ പണ്ടേ മിടുക്കിയാണ്. സ്നേഹയുടെ കോപ്രായം കണ്ട് സഹിക്കാൻ വയ്യാതെ മുഖം തിരിച്ചപ്പോഴാണ് വാമികയെ ചേർത്ത് പിടിച്ചു വരുന്ന ശിവയിലേക്ക് അഞ്ജലിയുടെ നോട്ടം പോയത്. കടും പച്ച കളർ ബനാറസ് പട്ടിൽ മജന്ത കളർ ബോർഡറുള്ള സാരിയാണ് ശിവ ഉടുത്തിരുന്നത്. ട്രഡീഷണൽ സിമ്പിൾ ജ്വല്ലറി നെക്ലേസും അതിൽ ജിമുക്കയും കൈകൾ നിറയെ വളകളും അണിഞ്ഞ് ദേവതയെ പോലെ ഒരുങ്ങി നിൽക്കുന്നവളെ കണ്ട് അഞ്ജലിയുടെ കണ്ണ് തള്ളിപ്പോയി. അഞ്ജലി മാത്രമല്ല, അവിടെ കൂടിയവരുടെ എല്ലാം കണ്ണുകൾ ശിവയിലായിരുന്നു. ഒരുങ്ങി വരുന്ന ശിവയെ കണ്ടതും ഒറ്റ നിമിഷം കൊണ്ട് താൻ അവൾക്ക് മുന്നിൽ ചെറുതായ പോലെ സ്നേഹയ്ക്ക് തോന്നി. സ്നേഹയ്ക്ക് അടുത്തു നിന്ന കാർത്തിയുടെ കണ്ണുകളും ആരും കാണാതെ വശ്യതയോടെ ശിവയിൽ നോട്ടമിട്ടിരുന്നു. അമ്മായിമാരും മക്കളും എല്ലാം ശിവയെ കുശുമ്പോടെ നോക്കുന്നത് കണ്ട വാമിക വേഗം ശിവയെ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിൽ നിന്ന് ചെറുതായി കൺമഷി തൊട്ടെടുത്ത് അത് അവളുടെ കഴുത്തിന് പിറകിലായി തൊട്ടു, കണ്ണ് തട്ടാതിരിക്കാനായി. ശിവ ഒന്ന് ചിരിച്ചുപോയി. രാവിലെ തൊട്ട് അമ്മ കൂടെ നടന്ന് പറയുന്നുണ്ട്, കുടുംബക്കാരൊക്കെ വരും, അവരെ അതും ഇതുമൊക്കെ പറയും, ഒന്നും കാര്യമാക്കി എടുക്കണ്ടെന്ന്. എല്ലാവരും ശിവയെ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ തേടിയത് ഒരാളെയായിരുന്നു. ഒടുവിൽ കണ്ടു. കടും പച്ചക്കളർ ഷർട്ടും ഗോൾഡൻ കരം മുണ്ടും ഉടുത്ത് പടികൾ ഇറങ്ങി വരുന്നവനെ. ഷർട്ടിന്റെ കയ്യിലെ സ്ലീവ് മടക്കിക്കൊണ്ട് ഗൗരവത്തിലാണ് വരവ്. ഒന്ന് ചിരിച്ചൂടെ ദുഷ്ട, ഇങ്ങനെ കയറ്റിപ്പിടിച്ച് നടന്ന് എന്ത് കിട്ടാനാണ് ആവോ? തനിക്കടുത്ത് വന്ന് ഗൗരവത്തിൽ നിൽക്കുന്നവനെ നോക്കി പിറുപിറുത്തു ശിവ. നിനക്കിനി വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ ചിരിക്കാൻ പോണില്ല, കേട്ടോടി ഉണ്ടക്കണ്ണി. ശിവയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ അവൻ പറഞ്ഞു. അപ്പോഴാണ് താൻ മനസ്സിലല്ല കുറച്ച് ഒച്ചയിലാണ് സംസാരിച്ചതെന്ന് ശിവയ്ക്ക് കത്തിയത്. ചമ്മിയ പോലെ ശിവ വൈഭവനെ നോക്കി ഇളിച്ചു കാണിച്ചതും അവൻ ഇരുത്തി ഒന്ന് നോക്കി പെണ്ണിനെ. അത് കാണെ അവനെ ചുണ്ടു കൊട്ടി കാണിച്ചു ശിവ. അനി എവിടെ ഉണ്ണി? മുത്തച്ഛൻ വൈഭവനോട് ചോദിച്ചു. ഏട്ടൻ മുറിയിലുണ്ട്, തൽക്കാലം താഴേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞേ? പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പൂജ നടക്കുമ്പോൾ അവൻ വേണ്ടേ? മുത്തച്ഛന് ദേഷ്യം വന്നു. സമയമാകുമ്പോൾ ഏട്ടൻ വന്നോളൂ. ഈ ചടങ്ങിൽ ഏട്ടന്റെ സാന്നിധ്യം ഉറപ്പായും ഉണ്ടാവും. ഉള്ളിൽ എന്തോ ഉറപ്പിച്ച് വൈഭവ് പറഞ്ഞു. അവൻ പറഞ്ഞതിന്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ലെങ്കിലും ശിവയുടെ കണ്ണുകൾ ഒന്ന് കൂർത്തു. പെട്ടെന്ന് മുറ്റത്തേക്ക് തിരുമേനിയുടെ കാർ വന്നു നിന്നു. ഉടനെ എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി. ശങ്കരനാരായണ തിരുമേനി, പേര് കേട്ട നമ്പൂതിരി. മാണിക്യമംഗലത്ത് എന്തിനും ഏതിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. തിരുമേനി കാറിൽ നിന്ന് ഇറങ്ങിയതും തറവാടിനെ ആകെ മൊത്തം ഒന്ന് നോക്കി. എന്നിട്ട് നെഞ്ചിൽ കിടക്കുന്ന തന്റെ രുദ്രാക്ഷമാലകൾ ഒന്നിൽ പിടിച്ചു.
കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു അയാൾ. വരണം തിരുമേനി, അകത്തേക്ക് വന്നാട്ടെ. ശേഖരൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നയാളെ ബഹുമാനപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു. തിരുമേനിയും പരിവാരങ്ങളും എല്ലാം അകത്തേക്ക് കയറിയതും തറവാട്ടിൽ ഉള്ളവരെയെല്ലാം അവരെ നമസ്കരിച്ചു. എല്ലാവരെയും ഒരു ചിരിയിൽ നോക്കിയ തിരുമേനിയുടെ കണ്ണുകൾ ഓടിച്ചെന്നത് അവിടെ മാറി നിന്ന രണ്ടുപേരിലാണ്, ശിവപാർവതി. തിരുമേനിയുടെ ചുണ്ടുകൾ പുഞ്ചിരിയോടെ അവരെ നോക്കി മൊഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് ശിവ ഞെട്ടി വൈഫവിനെ നോക്കി. എവിടെ? അവൻ മുഖത്ത് സ്ഥിരമായുള്ള ഗൗരവത്തിൽ തന്നെ ഒരേ നിൽപ്പാണ്. അയ്യോ, തിരുമേനിക്ക് തെറ്റി. ശിവനും പാർവതിയുമല്ല, ശിവാമിയായത്, വൈഭവിന്റെ ഭാര്യ. ആരെയും അറിയിക്കാതെ പെട്ടെന്നല്ലേ ഇവരുടെ കല്യാണം നടത്തിയത്. അതാ തിരുമേനിക്ക് ആളെ മനസ്സിലാവാഞ്ഞ്. വിദ്യ മുൻപോട്ട് വന്ന് ശിവയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല വിദ്യയെ. എന്റെ മുന്നിൽ ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിഞ്ഞു തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. മാണിക്യമംഗലത്തിന്റെ അടുത്ത അവകാശികളായ വൈഭവും അവന്റെ പാതിയുമാണ് ഈ നിൽക്കുന്നത്. അതിന് എന്നെ പഠിപ്പിക്കേണ്ട വിദ്യയെ. വൈഭവിനെയും ശിവയും ചൂണ്ടി ഉച്ചത്തിൽ തിരുമേനി പറഞ്ഞതും വിദ്യയ്ക്ക് അടിയേറ്റതുപോലെയായി. ഇങ്ങോട്ട് വരിക. തിരുമേനി കൈനീട്ടി അവരെ വിളിച്ചു. വാ ഡോക്ടറെ, നമ്മളെയാ അദ്ദേഹം വിളിക്കുന്നേ. ശിവ പൈതിയെ വൈഭവിനെ തോണ്ടി പതിയെ വിളിച്ചു. എനിക്കങ്ങ് വയ്യ, നീ വേണേ പൊയ്ക്കോ, അവൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ജാട എടുത്തു നിൽക്കാതെ ഇങ്ങു വാ മനുഷ്യ. ശിവ വൈഭവിനെ പിടിച്ചു തള്ളിക്കൊണ്ട് തിരുമേനിയുടെ മുന്നിലേക്ക് ചെന്നു. ഈഴേരി ലോകത്തിന്റെയും പ്രപഞ്ചനാഥനായ സാക്ഷാൽ പരമശിവ ഭഗവാന് ഒരിക്കൽ വിഷം സ്വയം കുടിക്കേണ്ട അവസ്ഥ വന്നു, ഭൂലോക രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ അന്ന് അദ്ദേഹത്തിന്റെ രക്ഷയായി കൂടെ നിന്നത് സാക്ഷാൽ ആദി പരാശക്തിയാണ് പാർവതി ദേവി, ശിവന്റെ പാതി ശക്തി. അതുപോലെ പാതിയായവന്റെ കൂടെ ഉണ്ടാകണമെന്ന് മനസ്സിലായോ കുട്ടിക്ക്? ശിവയുടെ നെറുകയിൽ ഒന്ന് തലോടി വാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. കയ്യിലിരിക്കുന്ന മാണിക്യത്തെ സൂക്ഷിക്കേണ്ടതും തന്റെ കടമയാണ്, ഓർത്തു വെച്ചുകൊള്ളുക. വൈഭവിന്റെ തോളിൽ കൂടി തട്ടി അദ്ദേഹം പറഞ്ഞതും അവനും തല ഒന്നാട്ടി. വിവാഹ മംഗളാശംസകൾ. തിരുമേനി ഇരു കൈയും പൊക്കി ഇരുവരെയും അനുഗ്രഹിച്ചു. അത് കാണെ എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ അഞ്ജലിയുടെയും വിദ്യയുടെയും ഒക്കെ മുഖമങ്ങ് ഇരുണ്ടു. സ്നേഹയ്ക്ക് ദേഷ്യം തോന്നി. കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും തനിക്കോ കാർത്തിക്കിനോ ഇങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. അതുകൂടെ കാണെ അവളുടെ ഉള്ളിൽ ശിവയോടുള്ള വെറുപ്പ് കൂടി. അല്ല, മൂത്ത കുട്ടി എവിടെ? കണ്ടില്ലല്ലോ. അനിയുടെ കാര്യമാണ് തിരുമേനി ചോദിക്കുന്നതെന്ന് മനസ്സിലായ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും മുഖമൊന്ന് വാടി. അവന്റെ വിവാഹകാര്യമാണ് എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്ന തിരുമേനി. അതിനാണ് ഇപ്പോൾ എല്ലാവർക്കും വേദന. അംബികാമ്മ വിഷമത്തോടെ പറഞ്ഞതും തിരുമേനി ഒന്നും മൂളി. സാരമില്ല അംബികാമ്മേ, എല്ലാത്തിനും പരിഹാരം ഉടനുണ്ടാവും. അനിരുദ്ധന്റെ വിവാഹകാര്യത്തിലും ഉടനൊരു തീരുമാനമുണ്ടാവും, അല്ലേ ഡോക്ടറെ? മുൻപിൽ നിൽക്കുന്ന വൈഭവിന്റെ തോളിൽ ഒന്ന് തട്ടി തിരുമേനി കളിയോടെ പറഞ്ഞത് അവനിൽ പെട്ടെന്നൊരു പതർച്ചയുണ്ടായി. ശിവ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഏട്ടാ, ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അടച്ചു മുറിയിൽ കയറി ഇരിക്കാതെ ഒന്ന് താഴോട്ട് വാ ഏട്ടാ. പൂജ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. താഴെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഏട്ടനെ. ഞാൻ വരാം ആദി, നീ പൊയ്ക്കോ. അലസമായി മറുപടി പറഞ്ഞ് അനി ബെഡിൽ തന്നെ ഇരുന്നു. പൂജ തുടങ്ങിയിട്ട് കുറച്ചു നേരമായപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് വൈഭവിനെ വിളിക്കാൻ വന്നതാണ് ആദി. ഏട്ടാ, ഏട്ടത്തിയമ്മയുടെ അച്ഛനും വീട്ടുകാരും ഒക്കെ ഇപ്പൊ എത്തും. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ മുറിയിൽ കയറി ഇരിക്കുന്നത് ശരിയാണോ? ഒന്ന് വാ ഏട്ടാ. ആദി അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. ആദി, പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്? ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. സഹി കെട്ട് അനി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആദിക്ക് നേരെ ദേഷ്യത്തിൽ അലറി. അത് കേൾക്കെ അവന് സങ്കടം തോന്നി. ആദി പിന്നെ ഒന്നും മിണ്ടാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനിപ്പോൾ എന്തിനാ അവനോട് ദേഷ്യപ്പെട്ടെ? അനി സ്വയം തലയിൽ കൈവച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. അവൻ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിപ്പോകാൻ തോന്നി അവന്. ഒടുവിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവൻ തിരികെ അമേരിക്കയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ചാടി എഴുന്നേറ്റ് കബോർഡ് തുറന്ന് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുത്ത് കട്ടിലേക്ക് ഇട്ടു. പിന്നെ കബോർഡിന് മുകളിൽ വച്ചിരിക്കുന്ന തന്റെ സൂട്ട് കേസ് എടുക്കാനായി തുടങ്ങിയതും പുറത്ത് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൻ കേട്ടു. പൂജ തുടങ്ങിയിട്ട് നേരം കുറച്ചായല്ലോ. അപ്പോൾ ഇനി ഇതാരാ? ഓ, ചിലപ്പോൾ ശിവമോളുടെ അച്ഛനും വീട്ടുകാരുമാവും. ഓർത്തുകൊണ്ട് അവൻ ജനലിനരികിലേക്ക് ചെന്ന് താഴേക്ക് നോക്കി. പൂജയോട് പ്രമാണിച്ച് മുറ്റത്തിട്ടിരിക്കുന്ന വലിയ പന്തലിന് സൈഡിലേക്കാണ് ആ കാർ പാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് നോക്കിയവന് കാറിൽ നിന്ന് ഇറങ്ങിയവരെ ശരിക്ക് കാണാൻ സാധിച്ചില്ല. കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാളെ അനി കണ്ടു. അത് ശിവയുടെ അച്ഛനാവും എന്നവൻ ഊഹിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന അയാൾ വീട് മുഴുവൻ വീക്ഷിക്കും പോലെ തോന്നി അവന്. ബാക്കി കൂടെ ആളുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും അവന് കാണാൻ സാധിച്ചില്ല. അനി ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് തിരിഞ്ഞു തന്റെ ബെഡിൽ നിരത്തിയിട്ടിരിക്കുന്ന ഡ്രസ്സുകളിലേക്ക് ഒന്ന് നോക്കി. പൂജ കഴിഞ്ഞിട്ട് എന്റെ അച്ഛയെ ഒക്കെ കണ്ടിട്ട് പോവാൻ വല്യേട്ടാ. ശിവയുടെ വാക്കുകൾ അപ്പോൾ അവനിലേക്ക് ഓടിയെത്തി. ഇപ്പൊ പോണോ വേണ്ടയോ എന്നവൻ വീണ്ടും ഉള്ളിൽ ചോദിക്കാൻ തുടങ്ങി.